കണിക പോലെ, ചെറിയ ഉറുമ്പുകളെ പോലെ സങ്കല്പിച്ചു. അങ്ങനെ ലോകത്തിന് വരാൻ പോകുന്ന എത്ര കോടാനകോടി ജനങ്ങളുണ്ടോ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ളവർ, ഏതെല്ലാം തലമുറകളുണ്ടോ, എല്ലാവരെയും പുറത്തെടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒരു ചോദ്യം ചോദിച്ചു. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത്? അവർ ഉത്തരം പറയാൻ വേണ്ടി. അന്നാലുമൽ അർവാഹിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു, ആലു ബലാ ശഹീദിന, നീ തന്നെയാണ് ആരാധിക്കപ്പെടാൻ അർഹനായവൻ, ഞങ്ങൾ അതിന്റെ സാക്ഷിയാണ്. ഇങ്ങനെ ഒരു ഡീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മ ആലമുൽ അർവാഹിൽ വെച്ച് എന്തിനാണ് നൽകിയതെന്നറിയുമോ? ഖുർആൻ പറയുന്നു, അൻതഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ കുറിച്ചൊന്നും അറിയാത്തവരായിരുന്നു എന്ന് നാളെ വരുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ വകുന്നാ ദുർരിയ്യതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ, ഞങ്ങൾ പൂർവ്വപിതാക്കന്മാരൊക്കെ ചെയ്തു പോന്ന ആരാധനകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കരുത് വളച്ച തമ്പുരാനെ, ഞങ്ങൾ അറിയില്ലാത്തവരായതുകൊണ്ടാണ് എന്നൊന്നും പറഞ്ഞ ഒരു എക്സ്ക്യൂസ് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആലമുൽ അർവാഹിൽ വെച്ച് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ചെയ്തതും അങ്ങനെ എല്ലാവരും അതിന് ഉത്തരം നൽകിയതും ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സംഭവം നടക്കുന്നത് എവിടെയാണ്? അറഫ മൈതാനിയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ അറഫ മൈതാനിയിൽ വലിയ ഒരു സംഗമം നടക്കുന്നു. ആ സംഗമം ഓർമ്മിപ്പിക്കുന്നത് അന്ന് നമ്മ ആലമുൽ അർവാഹിൽ നിന്ന് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയതിന്റെ ഒരു ഭൗതികമായ പതിപ്പായി, അതിന്റെ ഒരു പകർപ്പായാണ് യഥാർത്ഥത്തിൽ അറഫയിൽ സംഗമിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമി ലോകത്തേക്ക് എല്ലാവരും ഫിത്രത്തിലാണ് കടന്നു വരുന്നത്. പിന്നെ അവന്റെ മാതാപിതാക്കൾ, അവന്റെ പരിസരങ്ങൾ, അവൻ ബന്ധപ്പെടുന്ന മേഖലകൾ, ഇതൊക്കെയാണ് അവനെ നിർമ്മതവാദിയും നിരീശ്വരവാദിയും ഒക്കെ ആക്കി തീർക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം അതാണ്. ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹുവാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചവരാണ്. അങ്ങനെ ഒരു സംഗമം അർവാഹുകളുടെ ലോകത്ത് വെച്ച് ആദം നബിയുടെ മുതുകിൽ നിന്ന് നമ്മെ പുറത്തെടുത്ത് പടച്ച തമ്പുരാൻ നടത്തിയത് അറഫ മൈതാനിയിൽ വെച്ചായിരുന്നു. മറ്റൊന്ന് അറഫ പേര് വരാനുള്ള കാരണം, അന്നത്തെ ദിവസം അറഫ സംഗമത്തിൽ വെച്ച് ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ, ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ വന്നവർ ഒരു പൊട്ടിക്കരയുകയാണ്. അവരോരോരുത്തരും ചെയ്തു പോയ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് പടച്ച റബ്ബിനോട് കേണപേക്ഷിക്കുകയാണ്. അല്ലാഹുവോട് അവർ നിരന്തരമായി അന്നത്തെ ദിവസം ചോദിക്കുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ തെറ്റുകുറ്റങ്ങളെയും ആ ഭൂമിയിൽ വെച്ച് ഓരോ മനുഷ്യനും ഓർക്കുമെന്നാണ്. പ്രതലത്തിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരും തിരിച്ചറിഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നാഥന്റെ മുന്നിലാണ്. എനിക്കിവിടെ നിന്ന് പോകുമ്പോൾ എന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ സംശുദ്ധമായ രൂപത്തിൽ പോകണമെങ്കിൽ പടച്ചറപ്പിന്റെ മുന്നിലെല്ലാം ഏറ്റുപറയണം എന്ന് ആ ഒരു ബോധം ഉദിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവന്റെ തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അറഫ എന്ന പേര് പറയാനുള്ള കാരണം. അങ്ങനെ ധാരാളം കാരണങ്ങൾ പറയുന്നു. അറഫയുടെ മഹത്വം തീരുന്നില്ല. അറഫയ്ക്ക് ഇനിയും ധാരാളം മഹത്വങ്ങളുണ്ട്. അറഫ മൈതാനിയെ സാക്ഷ്യമാക്കിക്കൊണ്ടാണ് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞത്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ. യൗമുൽ മൗഊദ് എന്ന് പറയുന്നത് യൗമുൽ ഖിയാമയാണ്. വയൗമുൽ മശ്ഹൂദ്, യൗമുൽ മശ്ഹൂദ് എന്ന് പറയുന്നത് യൗമ അറഫ, അറഫ ദിവസമാണ്. വശാഹിദ് യൗമുൽ ജുമുഅ, ഷാഹിദ് എന്ന് അല്ലാഹുവോട് സത്യം ചെയ്തത് അത് യൗമുൽ ജുമുഅയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ ഒരു പ്രദേശം, പടച്ച റബ്ബ് സത്യം ഒരു കാര്യത്തെ ആണയിട്ട് പറഞ്ഞാൽ അതിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. അത്രയും മഹത്വമുള്ള പ്രദേശമാണ്. തീർന്നോ? ഇല്ല. ഈ ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പൂർത്തീകരണം നടന്ന സ്ഥലമാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വരുന്നു, യഹൂദികളിൽപ്പെട്ടവരാണ്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന യഹൂദികളിലെ പ്രധാനിയായ പ്രമുഖ പണ്ഡിതനായിരുന്നു എന്നാണ്
ഹദീസിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ ലൗ അലൈനാ മഅ്ശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലിക യൗമ ഈദ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ഞങ്ങൾ അന്ന് ആഘോഷമായി, ഈദായി, പെരുന്നാളായി ഞങ്ങൾ കൊണ്ടാടുമായിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്ന് പറയാണ്. അന്നേരം മഹാനവറുകൾ ചോദിച്ചു, അയ്യോ ആയത്തിൻ, ഏതായത്താണത്? അവിടെ ഓതി കേൾപ്പിച്ചു കൊടുത്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ഈ ദീനിനെ സമ്പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തുകളെല്ലാം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം നിങ്ങൾക്ക് സംതൃപ്തമാക്കി തന്ന് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച ഒരു ദിവസമാണ് ആ ദിവസം എന്ന് യഹൂദി പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഖദ അറഫ്നാ ദാലികൽ യൗമ വൽ മകാന അല്ലദീ നസലത് ഫീഹി അലാ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബിഅറഫത യൗമൽ ജുമുഅ. ജുമുഅ ദിവസം അറഫയിൽ നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്. ഞങ്ങൾ അന്ന് സാക്ഷിയാണ് എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ദീനിന്റെ സമ്പൂർത്തീകരണം നടന്ന സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലം, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. തീർന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് മാനുഷികമായ മൂല്യങ്ങൾ മുഴുവനും ഉയർത്തിപ്പിടിച്ച് സംസാരിച്ച ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ പ്രസംഗം ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി അവിടുത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അത് പ്രഖ്യാപനം നടത്തുന്നത്. അതിൽ പ്രഖ്യാപിക്കുന്നത് ഒരു മനുഷ്യന്റെ സ്വത്തിനും അവനവന്റെ ജീവനുമാണ് വില കൽപ്പിക്കുന്നത് എങ്കിൽ അതിലപ്പുറം കടന്ന വർത്തമാനം പറഞ്ഞു ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പോലും നിങ്ങൾ ക്ഷതം വരുത്തത് എന്ന് ലോകത്തോട് അതിന് 100 വർഷം 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രഖ്യാപനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം തന്നെ പറയാനുണ്ട്. അതിൽ ആദ്യത്തെ പ്രഖ്യാപനം തന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത്, അയ്യുഹന്നാസ് ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാം കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിമാനത്തിന് നിങ്ങൾ ആരും ക്ഷതം വരുത്തരുത്. നിങ്ങളുടെ സ്വത്തുകൾക്ക് മാത്രമല്ല, ജീവന് മാത്രമല്ല, നിങ്ങളുടെ അഭിമാനത്തിനും വില കൊടുക്കണം. ഏതുപോലെ ഈ ദിവസത്തിന് എത്രമാത്രം പവിത്രതയുണ്ടോ അതുപോലെ, ഈ മാസത്തിന്റെ പ്രത്യേകത എത്രയാണ് അതുപോലെ, ഈ നാടിനെ അല്ലാഹു എത്രമാത്രം ആദരവ് നൽകിയോ അതുമാത്രം നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ലോകത്തോട് പ്രഖ്യാപനം നടത്തുകയാണ്. ഒരു വിധത്തിലും ഒരാളെയും നിങ്ങൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു പ്രസ്ഥാനമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ നായകനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഗോസിപ്പുകളുടെ കാലമാണ്. ആരെക്കുറിച്ചും എന്തും പറയാം, എന്തും തള്ളിവിടാം, എന്തും എഴുതി ഏത് വിധേനയും പ്രചരിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാവുകയാണ് അവിടുത്തെ പ്രഭാഷണം. രണ്ടാമത് ലോകത്തോട് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബകും വാഹിദ് വ ഇന്ന അബാകും വാഹിദ് അലാ ലാ ഫളല ലിഅറബിയ്യിൻ അലാ അഅജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലിഅഹ്മറ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിത്തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു വിധത്തിലുള്ള വംശീയതയും കൊണ്ടു നടക്കാൻ പാടില്ല, ഒരു വിധത്തിലുള്ള ജാതീയതയും പാടില്ല. ഒരു അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ ഒരു വിധത്തിലുള്ള ശ്രേഷ്ഠതയും ഇല്ല, തഖ്വ കൊണ്ടല്ലാതെ.
അന്നാസു മിൻ ആദം, ജനങ്ങളെല്ലാം ആദമിൽ നിന്നും, ആദമു മിൻ തുറാബ്, ആദം വരുന്നത് ആദം അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ആരെങ്കിലും ശ്രേഷ്ഠരാണെങ്കിൽ അത് തഖ്വ കൊണ്ട് മാത്രമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഒരു വിധത്തിലുള്ള വംശീയതയുടെ നാമം ഈ മതത്തിലില്ല എന്ന് ലോകത്തോട് ധൈര്യപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, വംശീയതയുടെയൊക്കെ കൂത്തരങ്ങുകളായി വെസ്റ്റേൺ കൺട്രീസുകളൊക്കെ മാറുകയാണ്. കറുത്തവരെ കണ്ടുകൂടാ, അവനെ അപ്പാർത്തൈഡ് സിസ്റ്റമായി അവനെ ആട്ടിയൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തലങ്ങളിലും, അധികാര തലങ്ങളിൽ മാത്രമല്ല, കളിയരങ്ങുകളിൽ വരെ വംശീയാധിക്ഷേപത്തിന്റെ പേരിൽ ഇന്നും നിയമനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പല കളിക്കാർക്കും വിലക്ക് വരുന്നത് പലപ്പോഴും പത്രങ്ങളിൽ വരെ നിങ്ങൾ വായിക്കുകയാണ്. ഏതേത് മേഖലയിലും അവിടെ ഈ പ്രഖ്യാപനം വളരെ പ്രസക്തമാകുകയാണ്. മൂന്നാമത് അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് നിങ്ങൾ സ്ത്രീകളെ നല്ല നിലയിൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ, സഹോദരിമാരെ, ഉമ്മമാരെ നല്ല നിലയിൽ ചേർത്ത് പിടിക്കണേ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഭർത്താവായി നിങ്ങളുടെ ഭാര്യയുടെ വാപ്പ ഒരു മോളെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു വരുന്ന സമയത്ത് അവിടെ നിന്ന് പ്രഖ്യാപനം നടത്തിയത് നല്ല നിലയിൽ കൊണ്ടു നടക്കണം എന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾ അനുവർത്തിച്ച് നല്ല സന്തോഷകരമായ ജീവിതം നയിക്കണമെന്ന ഒരു ഉടമ്പടിയുടെ പേരിലാണ് നിങ്ങൾ ആ ബന്ധം സ്ഥാപിക്കുന്നത് എങ്കിൽ അതിനരുതാത്ത ഒന്നും നിങ്ങൾ അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ലോകത്ത് മുഴുവൻ സ്ത്രീകളുടെയും അവകാശങ്ങളെ നിങ്ങൾ മാനിക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രഖ്യാപനമായിരുന്നു ഹജ്ജത്തുൽ വദാഇ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. മറ്റൊന്ന്, ആഗോളതലത്തിൽ തന്നെ സാമ്പത്തികമായ മാന്ദ്യങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും പഠന വിഷയമായി, അതിന്റെയൊക്കെ വലിയ കാരണമായി ലോകം തന്നെ അംഗീകരിക്കുന്ന വിഷയമാണ് പലിശ എന്ന് പറയുന്നത്. ആ പലിശയുടെ ഏർപ്പാട് നിങ്ങൾ നിർത്തിവെക്കണം. ഇന്ന കുല്ലരിബൻ മൗദൂൻ, എല്ലാ പലിശയുടെ ഏർപ്പാടുകളും നിങ്ങൾ നിർത്തിവെക്കണം. അതെല്ലാം ഇവിടെ ചവിട്ടി താഴ്ത്തി കളയുകയാണ്. എന്റെ കുടുംബത്തിൽ നിന്നുള്ള ആദ്യ പലിശയുടെ ഇടപാട് അബ്ബാസ് റളിയല്ലാഹു അൻഹു കിട്ടാനുള്ള ഇടപാടാണ്. അതിതാ ഞാനിവിടെ വേണ്ടെന്ന് വെക്കുന്നു, അത് നിങ്ങൾ മാതൃകയാക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി അത് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. അറഫയുടെ ആ മൈതാനിയിൽ വെച്ച് തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അവിടെ പിന്നെ വീണ്ടും തുടർന്നു, യാ അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫലാ യഹില്ലു ലിംറിഇൻ മാലു അഖീഹി ഇല്ലാ അൻ തയ്യിബ നഫ്സിഹി. നിങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് മുഅ്മിനീങ്ങൾ. ആ സഹോദര്യ ബന്ധത്തിന്റെ മേൽ നിങ്ങളെല്ലാവരും ജീവിച്ചു കൊള്ളണമെന്നും ഒരിക്കലും ഒരു പ്രതികാര വാഞ്ചക്ക് നിങ്ങൾ ഒരിക്കലും മുതലെടുപ്പ് നടത്തരുത് എന്നും പഴയകാലത്ത് നിങ്ങൾ ഉണ്ടായിരുന്ന ചോരക്ക് പകരം ചോര പകരം ചോദിച്ചിരുന്ന ഗോത്രീയമായ നിങ്ങളുടെ ചില നടപടിക്രമങ്ങൾ, ഗോത്രീയമായ ആചാരങ്ങൾ, അതല്ലെങ്കിൽ ഗോത്ര നിയമങ്ങൾ, അതൊന്നും തന്നെ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരരുത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപനം നടത്തിയ ദിവസമായിരുന്നു യൗമ അറഫ. അറഫ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭൂമി എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ഭൂമിയാണ്. ആ സ്ഥലം ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമിയാണ്. അറഫ മൈതാനിയിൽ നമ്മുടെ പ്രതിനിധികളായി നമ്മുടെ നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ എത്തിപ്പെടുകയാണ്. ആ ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത നൽകി. രണ്ട് ശ്രേഷ്ഠതയാണ് അവിടെ സംഗമിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. ഒന്ന് ആ സ്ഥലത്തിന്റെ ശ്രേഷ്ഠതയും മറ്റൊന്ന് ആ സമയത്തിന്റെ ശ്രേഷ്ഠതയും. നമുക്കും ലഭിക്കുന്നുണ്ട്. നമുക്ക് ആ സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സമയത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവിടെ എത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ട് ശ്രേഷ്ഠതയിൽ ഒന്ന്, അത് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് നേടാൻ കഴിയും. ആ ദിവസത്തിന്റെ മഹാത്മ്യം സയ്യിദുനാ